അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ എന്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ശേഷം അൽബദ്രി സോൾഡേഴ്സ് എന്ന ഗ്രൂപ്പിനോടൊപ്പം ഉംറ നിർവഹിക്കുന്നതിനാണ് ഞാൻ എത്തിയത്. ഇപ്പോൾ ഞാൻ മദീനയിലാണ് ഉള്ളത്. ഞാൻ TA മുഹമ്മദ് ബിലാലാണ്. എന്നെ എന്റെ സഹോദരന്മാർക്കറിയും. ഞാൻ 1998 ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. RSSന്റെ പ്രവർത്തകനായി, ഒരു BJPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു പട്ടികജാതി കോളനിയിൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഞാൻ എന്റെ ഇസ്ലാമിക പ്രവേശനം എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ദലിത് വിഭാഗത്തിൽ ജീവിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം, അതിനെല്ലാം ഉപരിയായി ഞാൻ ഈ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ മനസ്സിൽ ത്രസിച്ചു നിൽക്കുന്ന ഒരു സംഭവം എന്റെ സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അയിത്തജാതിക്കാരനായ ഒരു പട്ടികജാതി കോളനിയിൽ ജീവിക്കേണ്ടി വന്ന എനിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മദീനയുടെ മണ്ണിലെത്തി നിൽക്കുമ്പോൾ എല്ലാ അവഗണിക്കപ്പെട്ടവനും, എല്ലാ ആട്ടിയോടിക്കപ്പെട്ടവനും ഈ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഏക മണ്ണ് അത് മദീനയുടെ മണ്ണാണ്. മദീനയിലെ രാജകുമാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പട്ടണത്തിലെത്തി ഈ മദീന മുനവറയുടെ ചുറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ നാട്ടിലെ പാവപ്പെട്ട അയിത്തജാതിക്കാരും പണക്കാരനും ഭരണീയരും ഇവിടുത്തെ ഭരണാധിപന്മാരും ഒക്കെ ഈ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ആർക്കും വ്യത്യസ്തതയില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരേ നേതാവിന്റെ ഒരേ ആശയത്തിൽ മുന്നേറുന്ന ഒരു വലിയ ഒരു മുന്നേറ്റത്തെ നമുക്ക് കാണാൻ പറ്റും. ഇത് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. ലോകത്ത് ഇന്നേ വരെ ഈ ഭൂമിയിൽ വന്നുപോയ ഒരു നേതാവിന് പോലും ഇങ്ങനൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു, പണക്കാരനെയും പാവപ്പെട്ടവനെയും ചേർത്ത് നിൽക്കുന്നു, അറബിയെയും അനറബിയെയും ചേർത്ത് നിർത്തുന്നു, കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു. ഒരു വ്യത്യസ്തതയുമില്ലാതെ കാണാൻ കഴിയുന്ന ഏക പട്ടണം, ഏക സ്ഥലം മദീന മുനവറയാണ്. ആ മദീന മുനവറയിലേക്ക് ഈ രാജ്യത്തെ അവഗണിക്കപ്പെടുന്നവന്റെ ആസ്ഥാന കേന്ദ്രമായി, അഭയകേന്ദ്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരികയും ഇത് കാണുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്.